ലഹരിക്കെതിരായി തലനാട് ജോയി രചനയും സംവിധാനവും നിർവഹിച്ച കഥാപ്രസംഗം സ്കൂളുകളിൽ ശ്രദ്ധേയമാവുന്നു. 3 പതിറ്റാണ്ടിലേറെയായി സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന തലനാട് ജോയി ഗിത്താർ, വയലിൻ എന്നിവ കൈകാര്യം ചെയ്യുന്നതിലും വിദഗ്ധനാണ്. മദ്യവും മയക്കുമരുന്നും സ്കൂൾ ക്യാമ്പസുകളിൽ വ്യാപകമാവുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സ്കൂൾ കുട്ടികൾക്ക് കഥാപ്രസംഗം പരിശീലിപ്പിക്കുകയാണ് കലാ അധ്യാപകനായ തലനാട് ജോയി. ഇതിനോടകം തന്നെ എക്സൈസ് വകുപ്പിൻ്റെതടക്കം സംസ്ഥാന തലത്തിലടക്കം ജോയിയുടെ ശിഷ്യഗണങ്ങൾ അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ ഒന്നിലധികം സ്കൂളുകളിൽ ജോയി കഥാപ്രസംഗവും ചലച്ചിത്ര ഗാനങ്ങളും പരിശീലിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരു 30 വർഷമായിട്ട് സ്കൂളുകളിൽ കഥാപ്രസംഗം, ദേശഭക്തിഗാനം, സംഗാനമൊക്കെ പഠിപ്പിക്കുക. അപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, സ്കൂളുകളിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടികളൊക്കെ അല്പസ്വല്പം മദ്യമോ അല്ലെങ്കിൽ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ആയിരുന്ന പേരൻസിനോട് പറഞ്ഞാൽ പേരൻസ് അവരെ നിരീക്ഷിക്കുകയും അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുക. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യം സൂചിപ്പിച്ചാൽ അവർ എൻ്റെ കൊച്ചിനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ നേരെ ഫയർ ചെയ്യും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഒരു കഥാപ്രസംഗം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്കുകാർ ഒരു കഥാപ്രസംഗം പഠിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്നു. അന്ന് അവർ ഈ കലോത്സവങ്ങളിൽ എല്ലാ ഐറ്റങ്ങളിലും പങ്കെടുക്കുന്ന കാലമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരും പറഞ്ഞു, നമുക്ക് മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ എതിരെ ഒരു കഥാപ്രസംഗം എഴുതണമെന്ന് പറഞ്ഞപ്പോഴാണ് നേര് പറഞ്ഞാൽ ഈ കഥാപ്രസംഗം എഴുതാനിടയായത്. ഈ കഥാപ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇത് ഈ കോട്ടയം ജില്ലാ കലോത്സവത്തിൽ, അതായത് ഹയർ സെക്കൻഡറി വിഭാഗം കോട്ടയം ജില്ലാ കലോത്സവത്തിൽ ഈ കഥാപ്രസംഗം അവതരിപ്പിച്ചപ്പോൾ അന്ന് അവിടെ വന്ന വിധികർത്താക്കൾ പറഞ്ഞത് നിലവാരമില്ലാത്ത കഥാപ്രസംഗം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഒരു 3 ജഡ്ജസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ഒരാൾ തിരുവനന്തപുരംകാരനാണ്, അതെനിക്കറിയാം. അങ്ങനെ പറഞ്ഞു, ഇതിനല്ലേ ഫസ്റ്റ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നു. കാരണം ഞാനത് പഠിപ്പിച്ചതെന്ന് അവർക്ക് അറിയത്തില്ല. ഞാൻ ഈ പുറകെ പോയി നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അവർ ഇതിനൊന്നും ഫസ്റ്റ് കൊടുക്കാൻ പറ്റില്ല, ഇതിന് നിലവാരമില്ലെന്നാണ് നടുക്കിരുന്ന വിധികർത്താവ് പറഞ്ഞു. അങ്ങനെയുടെ പേരൊക്കെ എനിക്കറിയാം, അത് ഞാനിപ്പോൾ പറയുന്നില്ല. എന്നിട്ട് വേറൊരു കഥാപ്രസംഗത്തിന് ഫസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ അങ്ങനെ ചോദിച്ചു, എന്നാൽ ഇതിന് സെക്കൻഡ് കൊടുക്കല്ലേ എന്ന് ചോദിച്ചു. സെക്കൻഡ് കൊടുക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു. സെക്കൻഡ് മറ്റൊരാൾക്ക് കൊടുത്തു. എന്നാൽ പിന്നെ തേർഡ് ഇതിനായിരിക്കുമല്ലോ എന്ന് വീണ്ടും അങ്ങനെ പറയുന്നു. അപ്പോൾ നടുക്കുന്ന ജഡ്ജി വീണ്ടും പറയുന്നത്, ഇതിന് തേർഡ് കൊടുക്കാൻ പറ്റിയല്ല, ഇതിന് 4ാം സ്ഥാനം കൊടുക്കാം എന്ന് പറയും. അങ്ങനെ വേറെ ഒരാൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചു വന്നതെന്നുള്ളത് മനസ്സിലായി. ഏതായാലും അപ്പോൾ എനിക്കൊരു മനപ്രയാസമായി. കാരണം ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ വളരെ ശ്രമകരമായിട്ടൊക്കെ ചെയ്തതാണ്. പക്ഷേ അതിന് നിലവാരമില്ലെന്ന് പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞു. എന്നിട്ട് ആ വർഷം തന്നെ ഈ കഥാപ്രസംഗം സംസ്ഥാന എക്സൈസ് വകുപ്പ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണ പരിപാടിക്കുള്ള ഏറ്റവും നല്ല ഒരു കലാപരിപാടി എന്ന നിലയ്ക്ക് ഇതിന് അവാർഡ് വരികയുണ്ടായി. ജോയി തന്നെയാണ് കഥാപ്രസംഗത്തിന്റെ രചന നിർവഹിക്കുന്നതും. കളകളം പാടുന്ന പൂന്തേൻ പുഴയും സുന്ദരിയാക്കിയ ഗ്രാമം ചന്ദ്രഗിരി, സുന്ദരിയാക്കിയ ഗ്രാമം. ചന്ദ്രഗിരിയിൽ എന്താണ് വിശേഷമെന്നല്ലേ ഈ നോട്ടത്തിന്റെ അർത്ഥം? പറയാം. 3 പതിറ്റാണ്ടിലേറെയായി സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന തലനാട് ജോയി ഗിത്താർ, വയലിൻ എന്നിവ കൈകാര്യം ചെയ്യുന്നതിലും വിദഗ്ധനാണ്. ഐഫോറിയോ ന്യൂസ്, പാല.